السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه أجمعين. ആദരവേറിയ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ റമളാനിലെ അതിപ്രധാനപ്പെട്ട മഗ്ഫിറത്തിന്റെ പത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നു പോകുന്ന അബദ്ധങ്ങളെ വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന അതിപവിത്രമായ 240 മണിക്കൂറുകളാണ്. അത് കൃത്യമായി ഉപയോഗപ്പെടുത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പാപം പൊറുക്കുക അത് അള്ളാഹുവിൻ്റെ വലിയ വിശേഷണമാണ്. ഒരു അടിമ തൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ദോഷങ്ങൾ കാരണം അവൻ വാലിമായി തീരുന്നു, അക്രമിയാണ്. സ്വന്തം ശരീരത്തോട് അതിക്രമമാണ് അവൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവന് വാലിം എന്ന് പറയാം. വാലിമായ അടിമക്ക് അല്ലാഹു തആല അവൻ ഗാഫിറാണ്, അവൻ പുറത്തു കൊടുക്കുന്നവനാണ്. വാലിമിന് ഗാഫിറാണ്, അള്ളാഹു പൊറുക്കുന്നവനാണ്. എന്നാൽ ഒരടിമ കൂടുതലായി തെറ്റുകൾ ചെയ്യുകയും ആ തെറ്റുകൾ മാത്രം സെലക്ട് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗഫാർ എന്ന് പറയും. ഗഫാർ വല്ലാമ് എന്ന് പറയും. അക്രമം കൂടുതലായി നഫ്സിനോട്, സ്വന്തം ശരീരത്തോട് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന, കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന ആളെന്ന്. എന്നാൽ വല്ലാമായ അടിമയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല അവൻ ഗഫാറാണ്, കൂടുതൽ പുറത്തു കൊടുക്കുന്നവനാണ് അല്ലാഹു. ഇനി ഒരു അടിമ തെറ്റുകൾ മാത്രം മുഴുകിക്കഴിഞ്ഞാൽ സൽക്കർമ്മങ്ങൾ എന്ന പദ്ധതിയെ അവൻ്റെ അഡ്രസ്സിലില്ല, അങ്ങനത്തെ ഒരു പദ്ധതി അവൻ്റെ നിഘണ്ടുവിലേ ഇല്ല. അങ്ങനെയുള്ള അവസ്ഥയാണെങ്കിൽ അവനെ സംബന്ധിച്ച് നമ്മൾ ലലൂം എന്ന് പറയും. അവൻ അക്രമിയാണ്, ഭയങ്കര അക്രമിയാണ്. ആ അക്രമിയെ അല്ലാഹു തആല അവന്റെ സിഫത്ത് മറ്റൊന്നാണ് ഗഫൂർ എന്നുള്ള സിഫത്ത്. ഏത് സമയവും തിന്മകളിൽ മാത്രം മുങ്ങി ജീവിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനും അള്ളാഹുവിനോട് തൗബ ചെയ്യാനുണ്ടെങ്കിൽ അല്ലാഹു തആല അവൻ ഗഫൂറാണ്. ഗാഫിർ, ഗഫാർ, ഗഫൂർ, ളാലിം, ലലൂം, ലല്ലാം. ഇങ്ങനെ അടിമക്ക് മാറ്റം വരുന്നതിനനുസരിച്ച്, അടിമയുടെ സ്വഭാവ കുഴപ്പങ്ങൾക്കനുസരിച്ച് തന്നെ അള്ളാഹു കൊടുക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് നമ്മുടെ റബ്ബിനോട് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ ഒന്ന് മാപ്പ് പറഞ്ഞുകൊണ്ട്, പടച്ചവനെ അത് സംഭവിച്ചു പോയി, ഒരിക്കലും എന്നിൽ നിന്ന് അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഞാനൊരു ആലിമാണ്, അതല്ലെങ്കിൽ ഞാനൊരു സാധാരണക്കാരനാണ്, അതല്ലെങ്കിൽ ഞാനൊരു കുടുംബിനിയാണ്, ഞാനൊരു കുടുംബനാഥനാണ്. ഇന്ന് ഈ നിലയിലൊക്കെ വെച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് പറയാനേ പാടില്ലായിരുന്നു, ഞാനത് ചെയ്യാനേ പാടില്ലായിരുന്നു. ഈ കണ്ട അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് തരുന്ന നിന്നോട് ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എന്ന നിലക്ക് അള്ളാഹുവിനോട് പാപങ്ങൾ പറഞ്ഞ് പൊരുത്തപ്പെടിപ്പിക്കാൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനാണ് ഈ 10 കൂടുതലായി നമ്മൾ ചൊല്ലേണ്ടത്. അല്ലാഹുമ്മ ഗഫിർ ലീ ദുനൂബി യാ അർഹമർ റഹീമീൻ. പടച്ചവനെ, എൻ്റെ ദോഷങ്ങളെ, എൻ്റെ കുറ്റങ്ങളെ നീ പൊറുക്കണമേ റബ്ബേ, മാപ്പ് ചെയ്യണമേ റബ്ബേ, വിട്ടുവീഴ്ച ചെയ്തു തരണമേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് പറയുകയാണ്. അവൻ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ തയ്യാറാണ്. അതിനുവേണ്ടി മാത്രം അവൻ സമയം മാറ്റി വെച്ചിരിക്കുകയാണ്. എന്നിട്ടും രക്ഷപ്പെടാത്ത ഒരാളായി നമ്മൾ മാറാൻ പാടില്ല, എന്നിട്ടും ദോഷങ്ങൾ പൊറുപ്പിക്കപ്പെടാത്തതായി വരാൻ പാടില്ല. ഏതൊരു മനുഷ്യനും ദോഷങ്ങൾ സംഭവിക്കാം, അതിനൊക്കെ മാറ്റിക്കളയാൻ അവന്റെ തൗബ. ഉദാഹരണമായി നമ്മുടെ കണ്ണുകൊണ്ട് വന്നു പോകുന്ന തെറ്റുകൾ എത്രയാണ്, അറിഞ്ഞുകൊണ്ടും അറിയാതെയും സംഭവിക്കുന്നു. ആ കണ്ണുകളുടെ തെറ്റുകളെ നമുക്ക് തിരുത്താൻ നമ്മുടെ കണ്ണുനീര് കൊണ്ട് കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയത് നമ്മൾ പഠിച്ചതാണല്ലോ. അത്തായിബു മിനൽ ദംബി കമൻ ലാ ദംബ ലഹു. ദോഷങ്ങൾക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന ആൾ, അയാൾ ഒരു ദോഷവും ചെയ്യാത്ത ആളെ പോലെയാണ്. അങ്ങനെ ആവണം. നമ്മൾ ചെയ്തു പോയ ദോഷങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എല്ലാ ദിവസവും 100 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അദീം പറഞ്ഞിരുന്നു. അതുപോലെ 100 തവണ 70 തവണ പറഞ്ഞിരുന്നു ഹദീസിൽ കാണാം. അപ്പോഴത്തെ ദോഷങ്ങൾ സംഭവിക്കുക എന്നതിന്റെ പേരിൽ നമ്മൾ ആരും വിഷമിക്കേണ്ടതില്ല. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മാതൃക കാണിച്ചു തരികയാണ്. തങ്ങൾ തന്നെ ഇസ്തിഗ്ഫാർ ചെയ്യുന്നെങ്കിൽ നമ്മൾ എത്ര ചെയ്യണം? ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ ദറജ കൂടി വരും. ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകൾക്ക് വലിയ അംഗീകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, തൂബാ ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ.
ഒരു മനുഷ്യന് അവന് ഒരുപാട് അഭിനന്ദനങ്ങൾ നേരുകയാണ്. അവന്റെ സ്വഹീഫത്തിൽ, അവന്റെ ഏടിൽ ധാരാളം ഇസ്തിഗ്ഫാറുകൾ അവന് കിട്ടിയിരിക്കുന്നു എങ്കിൽ അവൻ ഭാഗ്യവാനാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം പറയുന്നത് ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് നമ്മുടെ സമ്പത്തിൽ ബർക്കത്തുണ്ടാകും, അതുകൊണ്ട് നമ്മുടെ റിസ്ക്കിൽ വിശാലതയുണ്ടാകും, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകും. അതുപോലെ തന്നെ തോട്ടത്തിലും ബിസിനസ്സിലും പരാജയം നേരിടുന്ന സമയത്ത് ഇസ്തിഗ്ഫാർ വലിയൊരു നേട്ടം തന്നെയാണ്. നിങ്ങൾക്കറിയില്ലേ, മഹാനായ ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ മഹാനവറുകൾ ക്ലാസ്സിൽ ഏർപ്പെട്ടപ്പോൾ ദൂരെ ദിക്കിൽ നിന്ന് ഒരാൾ വരുന്നു. അയാളുടെ സങ്കടം അയാൾ ബോധ്യപ്പെടുത്തുന്നത്, ഉസ്താദെ, ഞങ്ങളുടെ നാട്ടിൽ മഴ കിട്ടുന്നില്ല, മഴയില്ലാത്ത സാഹചര്യമാണ്, അതിനൊരു പരിഹാരം വേണം. ഹസൻ ബസ്വരി റളിയല്ലാഹു അൻഹു തങ്ങൾ അവരോട് ഇസ്തിഗ്ഫാർ ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെ ആ മനുഷ്യൻ നാട്ടിൽ ചെന്നു, അവരെല്ലാവരും ഇസ്തിഗ്ഫാർ ചെയ്തു. അൽഹംദുലില്ലാഹ്, അവർക്ക് നല്ല മഴ ലഭിച്ചു. മറ്റൊന്ന്, വേറൊരു സന്ദർഭത്തിൽ മറ്റൊരാൾ വന്നിട്ട് അയാളുടെ കുടുംബത്തിൽ മക്കളില്ലാത്ത പ്രയാസം, അദ്ദേഹത്തിന് മക്കളില്ലാത്ത പ്രയാസം അയാൾ അവതരിപ്പിച്ചു. അയാൾക്കും പരിഹാരം ഹസൻ ബസ്വരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇസ്തിഗ്ഫാർ ധാരാളം ചെയ്യാനാണ്. അങ്ങനെ അയാൾക്ക് മക്കളുണ്ടായി. വേറൊരാൾ വന്നിട്ട് കടം കൊണ്ടുള്ള പ്രയാസം അറിയിച്ചു. അയാളോടും പറയുന്നത് ഇസ്തിഗ്ഫാർ ചെയ്യാനാണ്. പിന്നീട് മറ്റൊരാൾ വന്നു, അയാൾക്ക് തോട്ടത്തിൽ ബർക്കത്തില്ലാത്ത പ്രശ്നമാണ്, അതിനും മഹാനവറുകൾ പരിഹാരം ഇസ്തിഗ്ഫാർ പറഞ്ഞു. അങ്ങനെ എല്ലാ ആളുകൾക്കും ഇസ്തിഗ്ഫാറിലൂടെ പരിഹാരവുമായി. ശിഷ്യന്മാരിൽ ആരോ ഒരാൾ ചോദിച്ചു, അല്ലയോ ഉസ്താദെ, ഇതെന്താണ്, എല്ലാത്തിനും ഇസ്തിഗ്ഫാർ ആണല്ലോ? അദ്ദേഹം പറഞ്ഞു, സൂറത്തുൽ നൂഹിന്റെ 10 മുതൽ അല്ലാഹു തആല അതാണ് പറയുന്നത്, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കൽ തേടിക്കോളൂ, അവൻ പുറത്തു തരുന്നവനാണ്, മാപ്പ് ചെയ്യുന്നവനാണ്, അവൻ അതിനൊന്നും മടിയില്ല, ആർക്കും അവൻ പുറത്തു കൊടുക്കാൻ തയ്യാറാണ്. ഇത് പറഞ്ഞിട്ട് അല്ലാഹു തആല പിന്നെ പറയുന്നത്, യുർസിലിസ് സമാഅ അലൈക്കും മിദറാറാ വയുംദിദുക്കും ഫീ ജന്നാത്തിൻ വബനീൻ വയജ്അൽ ലക്കും ഫീഹാ അൻഹാറാ. അങ്ങനെ അല്ലാഹു തആല നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ അവൻ മഗ്ഫിറത്ത് ചെയ്യുന്ന ആളുകൾക്ക്, മഗ്ഫിറത്തിനെ തേടുന്ന ആളുകൾക്ക് നൽകുന്ന വലിയ വലിയ നേട്ടങ്ങൾ ഖുർആൻ തന്നെ പറഞ്ഞതാണ്. ഇതാണ് ഹസൻ ബസ്വരി തങ്ങൾ പറഞ്ഞത്. അല്ലാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യൂ, നിങ്ങൾക്ക് ഞാൻ പുറത്തു തരാം, നിങ്ങൾക്ക് വാനലോകത്തു നിന്ന് മഴ തരാം, നിങ്ങൾക്ക് വേണ്ട തോട്ടത്തിൽ ബറക്കത്ത് തരാം, മക്കളിൽ ബറക്കത്ത് തരാം എന്നൊക്കെ അള്ളാഹു പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് എന്ന് മഹാനവറുകൾ തന്റെ ശിഷ്യന്മാരോട് വിശദീകരിച്ചു. ഞാൻ പറയുന്നത്, റമദാനിലെ അതിപ്രധാനപ്പെട്ട 10 ദിവസങ്ങൾ നമ്മളിതാ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് കണ്ണീരൊലിപ്പിച്ച്, പടച്ചവനെ, വന്നുപോയി എൻ്റെ ജീവിതത്തിൽ, ഞാൻ അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല, കരുതിക്കൂട്ടി ചെയ്തതായിരുന്നില്ല. അതുറപ്പാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരും നരകത്തെ വെല്ലുവിളിച്ചു കൊണ്ടൊരു തെറ്റ് ചെയ്തിട്ടില്ല. പരസ്യമായി ഒരു തെറ്റുമായി ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടെങ്കിൽ തന്നെ അള്ളാഹു എന്നെ നരകത്തിലിടുകയാണെങ്കിൽ ഇടട്ടെ എന്ന നിലക്കൊരു വെല്ലുവിളി സ്വഭാവത്തിൽ നമ്മൾ ആരും അള്ളാഹുവിനോട് തെറ്റ് ചെയ്തിട്ടില്ല. മറിച്ച് ദൗർബല്യ നിമിഷങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ നമ്മൾ പെട്ടുപോയതാണ്, നമ്മൾ കുടുങ്ങിപ്പോയതാണ്. യഥാർത്ഥം അതാണ്. അതുകൊണ്ട് അത് തുറന്നു പറയാൻ നമ്മൾ സന്നദ്ധരാകുക. അതിനു വേണ്ടിയാണ് ഈ പവിത്രമായ 10 അള്ളാഹു വെച്ചിട്ടുള്ളത്. അള്ളാഹു ജല്ല ജലാലുഹു അവന്റെ അങ്ങേയറ്റത്തെ മഗ്ഫിറത്ത് പാവങ്ങളായ നമുക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്, ഭാര്യ സന്താനങ്ങൾക്ക്, നമ്മുടെ CM ചാരിറ്റി സെല്ലിന്റെ മുഹിബീങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്തിന്റെ കവാടം തുറന്നിട്ട് തരുമാറാവട്ടെ. അള്ളാഹു തആല എല്ലാവർക്കും പുറത്തു കൊടുക്കുമ്പോൾ നമുക്കും അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. ജീവിതത്തിലെ ഒരു വലിയ മുത്തായ റമദാനായി ഈ റമദാനിനെ അള്ളാഹു മാറ്റി തരുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. അതുപോലെ നമ്മോട് ദുആ കൊണ്ടേൽപ്പിച്ച മുഴുവൻ ആളുകൾക്കും, CM ചാരിറ്റി സെല്ലിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മെ നെഞ്ചേറ്റിയ, നമ്മളെ കൂടെ നിന്ന് എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അർഹമുർ റഹീമീനായ റബ്ബേ, നീ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. ഈ 10 വിട പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും ദോഷങ്ങളൊക്കെ പൊരുത്തപ്പെട്ട നിലക്ക്, എല്ലാം ക്ലിയറായ നിലക്ക് ഞങ്ങൾ നീ ആക്കണേ റഹ്മാനെ. ഞങ്ങളെ ഒരു തെറ്റുകുറ്റങ്ങളും നാളെ മരണനേരത്ത് കണക്ക് തീർക്കാൻ വെക്കരുതേ റഹ്മാനെ. മഹ്ശറിൽ ഹിസാബ് ചോദിച്ച് ഹിസാബ് ചെയ്ത് പരാജയപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിക്കല്ലേ റഹ്മാനെ. പഠിച്ചോലെ, നീ നിങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഇതിന്റെ CM ചാരിറ്റി സെല്ലിന്റെ മുഹിബീങ്ങളായ എല്ലാ ആളുകളും ലോകത്ത് എവിടെ ഉണ്ടോ അവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. അവരുടെ ജോലികളിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അവരുടെ കുടുംബങ്ങളിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അവരുടെ ബിസിനസ്സുകളിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അവരിൽ നിന്ന് മരിച്ചു പോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ